കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഞങ്ങൾ പറയാനും ആഗ്രഹിക്കാത്ത കാര്യം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത് നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഞങ്ങളിത് വേദനയോട് സമർപ്പിക്കുന്നു. ഡീസലിന് ഈ വർഷം 10 രൂപ കൂടിയേക്കും. കൊള്ളാം. ഇക്കണക്കിന് പോവാണെങ്കിൽ ഡ്രൈവർ പണിയൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോകേണ്ടി വരുന്ന തോന്നാം. മോളോ അച്ഛനിറങ്ങാന്ന് പറയാൻ മോള്. ചോറ് ദേ ഇത് മുഴുവൻ കഴിച്ചേക്കണം കേട്ടോ. തിരക്കാണ്, ഓട്ടോ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കഴിക്കാതിരിക്കരുത്. രവിയേട്ടന് ഇഷ്ടപ്പെട്ട ഉണക്ക ചെമ്മീൻ ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഓ ശരി, ഉത്തരവേ. അച്ഛൻ എന്തെങ്കിലും കഴിക്കുന്നത്? എനിക്ക് വേണ്ട മോളെ, അച്ഛൻ ഈ ചായ മാത്രം. എന്നും ഇത് തന്നെയാ. അത് പറ്റില്ല, കഴിച്ചേ പറ്റും. രണ്ടെണ്ണമെങ്കിലും കഴിക്കാൻ ഞാൻ തരാം. ഓ, ലോകത്തില്ലാത്തൊരു അച്ഛനും മോളും കുഞ്ഞിച്ച് വഷളാക്കിക്കോ. 10ാം ക്ലാസ്സാ, പുസ്തകം കൈ കൊണ്ട് തൊടുന്നില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല. നീ കണ്ടോ, എന്റെ മോളെ രാജകുമാരൻ വന്ന് കല്യാണം കഴിക്കും. പിന്നെ 10ാം ക്ലാസ് തോറ്റ പെണ്ണിനല്ലേ രാജകുമാരൻ വന്ന് കെട്ടാൻ പോകുന്നത്. ഇനി ഈ പഞ്ചായത്തിലൂടെ എന്റെ മോളുടെ അത്ര കൗതുകമുള്ള ഒരു പെൺകൊച്ചു ഉണ്ടോ? അതൊന്നും അല്ല അച്ഛാ, ഈ അമ്മയ്ക്ക് നമ്മുടെ സ്നേഹം കണ്ടിട്ട് കുശുമ്പ, അസൂയ അസൂയ. ശരിയാ, അസൂയ. സ്നേഹം മാത്രമുള്ള ഞങ്ങൾ ഈ കൊച്ചു സ്വർഗം കാണുമ്പോ എല്ലാവർക്കും അസൂയ. പക്ഷെ എന്തോ കുറച്ചു ദിവസങ്ങളായി എന്റെ മനസ്സിൽ വല്ലാത്തൊരു സ്വസ്ഥത കുറവ്. കാരണം അറിയാത്തതെന്തോ. ഒരാപത്തും വരുത്താതെ എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും എന്നും നിലനിർത്തി തരണേ എന്റെ കൃഷ്ണ. നീ അത് സ്വപ്നം കണ്ടോണ്ട് ഞാനുണ്ട്. പിന്നെ വൈകിട്ട് അരി, പയറ്, പച്ചക്കറി ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ ആഹ്ലാദമരമെത്തിയ ഈ നിമിഷങ്ങൾ വെറും ക്ഷണികമായിരുന്നു. ദേവുവിന്റെ മനസ്സിലെ ആശങ്ക അത് ആ കുടുംബത്തിൽ വരാൻ പോകുന്ന ഒരു വൻ ദുരന്തത്തിന്റെ സൂചനയായിരുന്നു. ഏത് കുടുംബത്തിന്റെയും സ്വസ്ഥതയും സമാധാനവും കെടുത്തുന്ന മദ്യമെന്ന ചെലുത്താൻ അവരുടെ കുടുംബത്തിലും ചേക്കേറി. പതിയെ പതിയെ രവി തീർത്തും മദ്യത്തിനടിമയായി. പിന്നെ അറിഞ്ഞ ഒരു വിശേഷം, എന്റെ ലൈസൻസ് റദ്ദ് ചെയ്തു. ഇത് വളയം പിടിക്കാൻ പാടില്ലെന്ന ഏമാന്മാരുടെ കൽപ്പന. അവന്റെ കണ്ണുപിടിച്ച് വണ്ടി ഓടിച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തോ റോഡിലേക്ക് ഇറങ്ങിയത് നോക്കണേ. ഒരുപാട് VIP വണ്ടി ഓടിക്കണ്ട കള്ള് കുടിച്ച് ഒരക്ഷരത്തിനെ പിടിക്കില്ല, സ്ഥലം തിരിച്ചു വിടും. എന്നിട്ട് പാവപ്പെട്ട ഡ്രൈവർമാര് നിങ്ങൾ കേട്ട് പുസ്തകത്തിൽ അവരെ പറയുന്നത് മലയാളി പോലീസ് ആലാളി ഏരണം കണ്ട് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത്. അച്ഛാ, ചായ. പറഞ്ഞ കാലത്തൊന്നും കിട്ടിയില്ല, ആകെ 400 രൂപ. എന്ത് വേണം? ഉള്ളത് മതി, എടുത്തോണ്ട് പോ. എല്ലാം നശിക്കട്ടെ. മോളെ, അമ്മ ഇറങ്ങാം. അമ്മ, നാളെങ്കിലും ഫീസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അമ്മ നോക്കട്ടെ. 1 മാസത്തെ ശമ്പളം അമ്മ മുൻകൂർ ചോദിച്ചിട്ടുണ്ട്. നോക്കട്ടെ, വേറൊരു വീട്ടിൽ കൂടെ പണി കിട്ടുമെന്ന് അമ്മ അന്വേഷിക്കുന്നുണ്ട്. അല്ലാതെ ഇത് മുന്നോട്ട് പോവില്ല. പുറത്ത്
കാശിട്. നാളെ തരാം. രവി കടയിൽ കടയില്ല. എടാ, നാളെ തരാണ്. വീട്ടുകളിൽ കടമൊന്നുമില്ല. നീ പോ രവി. രവി വന്നേ. എന്തേ ഇവിടെ നാണമില്ലല്ലോടാ നിനക്ക് കുമാരുടെ മുമ്പിൽ 100 രൂപയും കെട്ടി നടക്കാൻ. പിന്നെ താൻ തരും എനിക്ക് 100 രൂപ. ഞാൻ നിനക്ക് 100 അല്ല 1000 അല്ല ലക്ഷങ്ങൾ തരും. പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം. എന്ത് പറയാം? ഈടാ നിധികുംഭം വീട്ടിൽ വെച്ചിട്ടല്ലേടാ നീ ഈ പിച്ച തണ്ടി നടക്കുന്നത്. മനസ്സിലായില്ല? ഈടാ ഇതിൽ മനസ്സിലാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 10-16 വയസ്സുള്ള സുന്ദരിയായ ഒരു മോള് നിന്റെ വീട്ടിലില്ലേ? അവളെ കളത്തിലേക്ക് ഇറക്കണം. എന്താ നീ പറഞ്ഞേ? ഇതാണ് രവി നിന്റെ കുഴപ്പം. വിവരമില്ല. എടാ ഇത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് ജീവിക്കാനുള്ള വകയൊക്കെ എന്തെങ്കിലും നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു പോയതാ. ഇല്ലെങ്കിൽ നീ ഇങ്ങനെ തെറ്റിച്ച് നടക്കും ജീവിതകാലം മുഴുവൻ. അവിടെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോവുകയും ചെയ്യും. എടാ രവി, ഇത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ല. എടാ നമ്മൾ നോക്കിയും കണ്ടു 3 ലക്ഷങ്ങളാണ് നിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ചെറിയൊരു അഡ്വാൻസ്. ഇനിയെല്ലാം നിന്റെ സാമർഥ്യം പോലെ. ആ പിന്നെ ഒരു കാര്യം കൂടി. 10-16 വർഷം നീ കഷ്ടപ്പെട്ട് വളർത്തിയ 18-ാം പട്ടയല്ലേ? ധൈര്യമായിട്ട് ചെന്ന് അതോടെ നിന്റെ മനസ്സിലെ എല്ലാ അർത്ഥവും മാറി കിട്ടും. അച്ഛ ചോറെടുക്കട്ടെ. എനിക്ക് മടുത്ത ഈ ജീവിതം. ആളുകളുടെ മുമ്പിൽ കൈനീട്ടി നാണക്കെട്ട്. എനിക്കിനി അന്തസ്സായിട്ട് ജീവിക്കണം ഈ നാട്ടില്. അന്തസ്സായി. എന്റെ ഈശ്വര, എനിക്ക് സന്തോഷായി. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. എന്റെ അച്ഛന്റെ മനസ്സ് മാറിയല്ലോ. മാറി. പക്ഷേ നീ വിചാരിക്കണം. നീ വിചാരിച്ചാലേ അത് നടക്കൂ. ഞാനോ? ഞാൻ എന്ത് ചെയ്യാൻ അച്ഛാ? നിനക്ക് മാത്രമേ അതിന് പറ്റൂ. നിനക്ക് മാത്രം. രാജകുമാരിയെ പോലെ നിനക്ക് ജീവിക്കാം. ഞാൻ പറയണതനുസരിച്ച നീയൊന്ന് മനസ്സ് വെച്ച ലക്ഷങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ലക്ഷങ്ങൾ. അത് കളയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. ഇപ്പൊ ഇവിടെ നടന്നത് പുറത്താരോടെങ്കിലും നീ പറഞ്ഞ കൊന്നുകളയും. നിന്നെയല്ല, നിന്റെ തള്ളയെ. ഇഞ്ചിഞ്ചായി. നീ മനസ്സ് വെച്ച് നമുക്ക് കോടികളുണ്ട്. അച്ഛനുണ്ട്. എന്തിനാ നിന്റെ കൂടെ? അച്ഛനോ? നീയോ? ദൈവത്തെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേ? എന്റെ അച്ഛനെ സ്നേഹിച്ചതല്ലേ? നീ എന്തിനെന്നോ ഇങ്ങനെ ചെയ്തു? മിണ്ടരുത്. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി ഞാൻ പറയുന്നതനുസരിച്ച് ഒരു പട്ടിയെ പോലെ നീ ഇവിടെ ജീവിക്കണം. ഓടിയത് അച്ചു, ഇവിടെ എവിടെ പോയി? വാതിലും തുറന്നിട്ട്
മോളെ എന്ത് പറ്റി? എന്റെ മോള് അച്ഛോ എന്റെ മോള് എന്താ ദേവു മിണ്ടരുത്. എന്റെ പൊന്നു മോൾക്ക് എന്താ പറ്റി? എന്താ ചെയ്ത എന്റെ മോളെ? എന്റെ കുഞ്ഞിനെ നീ എന്താണ് ചെയ്തത്? പറയണം. എന്താണ് ഇതെന്താണ്? എന്റെ കുഞ്ഞിനെ നീ അച്ഛനാണോടാ? ഇഷ്ടം എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച് കൊന്നവനാണ് ഞാൻ. നിന്നെ കൊല്ലടാ. ഇത് കണ്ടില്ലേ? എന്റെ കുഞ്ഞെഴുതി വെച്ചതാ. ഇവരെ ഞാൻ കൊല്ലും. ഇടാ ഇവരെ കൊല്ലടാ. ഇടാ. അർച്ചന എന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും പിന്നീട് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഇടയാവുകയും ചെയ്ത സംഭവത്തിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്ന കുറ്റം സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 375, 306 വകുപ്പുകൾ പ്രകാരം 10 വർഷം വീതം കഠിന തടവും 50,000 രൂപ പിഴയും പ്രതി രവീന്ദ്രന് ഈ കോടതി വിധിക്കുന്നു. 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പ്രതിയെ 10 വർഷത്തെ കഠിന തടവിൽ വിധിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു. നീ എന്ത് വിചാരിച്ചു തൂക്കുകയറ് കിട്ടുമോ? 10 വർഷം കണ്ണടച്ച് തുറക്കുന്നതിനെ പറ്റി വരട്ടടി. നിക്കടവിടെ. നിനക്ക് ഈ ശിക്ഷയെ കിട്ടുള്ളൂ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ നിനക്കുള്ള ശിക്ഷ ഞാൻ നേരത്തെ വിധിച്ചു കഴിഞ്ഞു. മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അച്ഛന്മാർക്ക് നീ ഒരു ശാപമാണ്. അവർക്ക് വേണ്ടി, എന്റെ മോളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി എന്റെ ഈ ശിക്ഷ നീ ഏറ്റു വാങ്ങിയേ പറ്റൂ. തൊട്ടുപോകലേ. ഞാൻ ഈ ചെയ്തത് തെറ്റാണ്. ഇവരിലാരെങ്കിലും പറയട്ടെ, ഞാൻ ചെയ്തത് തെറ്റാണോ? ആണോ? പറ, നിങ്ങൾ പറ. ആണോ ഞാൻ ഈ ചെയ്തത് തെറ്റാണോ? പറ. നിങ്ങൾക്കറിയോ, ദൈവത്തെക്കാളും എന്നെക്കാളും സ്നേഹിക്കുന്നതാ ഈ ദുഷ്ടത എന്റെ മോള്. എന്റെ കുഞ്ഞിനെയാ ഇവൻ നശിപ്പിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചത്. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹനാണോ? ആണോ? അവനെ ഞാൻ കൊന്നു. അവനെ ഞാൻ കൊന്നു. അവനെ ഞാൻ കൊന്നു. ഇത് ഒരു സ്ത്രീയുടെ മാത്രം വിലാപമല്ല, ഭാരതത്തിലെ അനേക ലക്ഷം സ്ത്രീകളുടെ വിലാപമാണ്. സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത സ്ത്രീയുടെ ദുരവസ്ഥ. പെണ്ണായി പിറന്നാൽ അത് കുഞ്ഞായിക്കോട്ടെ, കൗമാരമായിക്കോട്ടെ, യൗവനമായിക്കോട്ടെ, എന്തിന് വാർദ്ധക്യമായിക്കോട്ടെ, കാമവലിയന്മാരുടെ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി പിച്ച് ചീന്തപ്പെടുന്ന അനേക ലക്ഷം സ്ത്രീകളുടെ ശോചനീയാവസ്ഥ. മനുഷ്യത്വത്തിന്റെ അവസാന കണിക പോലും നഷ്ടപ്പെട്ട ഇത്തരം നരാധമന്മാർക്ക് നൽകേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും ഭരണകൂടത്തോടുമുള്ള ഞങ്ങളുടെ വിനീതമായ അപേക്ഷയാണ്. ഇതൊരു വനരോധനമാവുകയില്ല എന്ന പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു.